എംവിഡിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ചലച്ചിത്ര താരം ആസിഫ് അലി നൽകിയ മറുപടിയെ നിറഞ്ഞ കയ്യോടിയോടെയാണ് സദസ്സ് വരവേറ്റത്. മോട്ടോർ വാഹന വകുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടത്തിയ മാരത്തോണിന്റെ സമാപന സമ്മേളനത്തിൽ പൊതുജനങ്ങളോട് സംവദിക്കുകയായിരുന്നു താരം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായാലും പോലീസായാലും ഗതാഗത നിയമങ്ങൾ ശക്തമാക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന ബോധ്യമുണ്ടാകണമെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ബീച്ചിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും IAS, IPS ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സിനിമാ രംഗത്തെ സഹപ്രവർത്തകരും നിറഞ്ഞ സദസ്സിൽ ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത് ചലച്ചിത്ര താരം ആസിഫ് അലിക്ക് MVDയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ്. അതിന് ആസിഫ് അലി കൃത്യമായ മറുപടി പറഞ്ഞതോടെ സദസ്സിൽ നിറഞ്ഞ കയ്യടി. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MVDയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും കാലത്തെ താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും MVDയോട് പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോട്ടിൽ വെച്ച് പബ്ലിക്കായി നിർത്തി ഇത് ഊരിക്കളയുന്നത് അല്ലെ, ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല, ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. കാര്യം ചൂടുള്ളത് കൊണ്ട്, പ്രൈവസി പ്രശ്നമുള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല, ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോട്ടിലെന്ത് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അതിവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ. ആസിഫ് അലിക്ക് എപ്പോഴാണ് ലൈസൻസ് കിട്ടിയതെന്നാണ് മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത്. ആ ചോദ്യവും ഉത്തരവും സദസ്സിൽ ചിരി പടർത്തി. നല്ല ചോദ്യം. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി ലൈസൻസ് എടുത്ത്. ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനൊരു ഭയങ്കര മാതൃകാപരമായ ഡ്രൈവിംഗ് കാഴ്ചവെക്കുന്ന ഒരു മികച്ച വ്യക്തിത്വമൊന്നുമല്ല. എൻ്റെതായ മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഞാനും ഒരുപാട് ഇപ്പം പല AI ക്യാമറകളിലും ഒരുപാട് ഫോട്ടോസ് എൻ്റെ വണ്ടികളിലും ഉണ്ട്. അതിൻ്റെയൊക്കെ ഫൈൻ ഞാൻ അടച്ചിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. ഇപ്പോ ഞാൻ മര്യാദക്കാരനാണ്. ഉറക്കം വരുന്ന സമയത്ത് വാഹനം ഓടിക്കരുത്. ഡ്രൈവർക്ക് ഉറക്കം വന്നതിനെ തുടർന്ന് ജഗതി എന്ന അതുല്യ നടനുണ്ടായ വലിയ ദുരന്തത്തെക്കുറിച്ചും ആസിഫ് അലി പങ്കുവച്ചു. എൻ്റെ പേര് അബ്ദുള്ള. പിടിച്ച ആളാണല്ലോ. അപ്പോൾ ഉറക്കം വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ, അല്ലെ വണ്ടി സൈഡാക്കി നിർത്താറുണ്ടോ? ഉറക്കം ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഈ പല സമയത്തും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷനിൽ തരുന്ന വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടന് സംഭവിച്ചത് തന്നെയാണ്. നിങ്ങൾ ചോദിച്ച വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഈ രാത്രിയാണ് ഞങ്ങൾ അധികവും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവര് ഉറക്കം വരുന്ന സമയത്ത് വിക്സ് മിഠായി പൊട്ടിച്ച് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി. അത് അല്ലെങ്കിൽ ചൂയിങ്കം കഴിക്കും. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പറയുന്നത്, ഉറക്കം വരുവാണെങ്കിൽ പറയുക. അതിൻ്റെ അത് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും, ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്, തൊടുപുഴയാണ് എൻ്റെ വീട്. പല സമയത്തും 7 മണിക്കൂർ 8 മണിക്കൂർ ട്രാവൽ ചെയ്യാറുണ്ട്. അത് രാത്രിയാണ്. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ AC ഇട്ട് ഉറങ്ങാതിരിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് AC ഇട്ട് രാത്രി വണ്ടിക്കകത്ത് ഉറങ്ങിയ ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഗ്ലാസ് താത്തിയിട്ടിട്ട് സമാധാനമായി റോഡ് സൈഡിൽ കിടന്നുറങ്ങുക. കോഴിക്കോട് മേയർ ഡോക്ടർ എംബീന ഫിലിപ്പാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സിനിമാ സംവിധായകൻ ജിത്തു ജോസഫ്, ചലച്ചിത്ര നടി അപർണ ബാലമുരളി തുടങ്ങിയവരും മുഖ്യാതിഥികളായിരുന്നു. അഹമ്മദ് ദേവർകോവിൽ MLA, ഉത്തരമേഖല IG രാജ്പാൽ മീണ, കോഴിക്കോട് RTO PA നസീർ തുടങ്ങിയവരും സംസാരിച്ചു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.